ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല വീഡിയോ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് എന്താണ് കുറേ പേപ്പർ കട്ടിങ്സും കപ്പൊക്കെ കാണിക്കണതെന്ന്. കച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു. അപ്പോൾ അവന് 4 വയസ്സായി കേട്ടോ. ഏപ്രിൽ 8-നാണ് അവൻ്റെ ബർത്ത്ഡേ. കുറച്ച് ലേറ്റായി പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അവനെപ്പോഴും സങ്കടമാണ്. അവൻ്റെ ബർത്ത്ഡേക്ക് ആരും ഉണ്ടാവില്ല. LKG പോകുന്നതുകൊണ്ട് ബാക്കിയെല്ലാ പിള്ളേരുടെയും ബർത്ത്ഡേ സ്കൂളിൽ വെച്ചിട്ട് ആണ് ഉണ്ടാവാറ്. സ്കൂളിൽ നിന്ന് അവർക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും എന്നൊക്കെ പറയും. അതുപോലെ പിള്ളേർ സ്കൂളിലേക്ക് പച്ചക്കറിയൊക്കെ കൊടുക്കാറുണ്ട്. ഇവനത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അത് ഞാൻ വിചാരിച്ചു ക്ലാസ്സിലെ പിള്ളേരിനൊക്കെ വിളിക്കാമെന്നുള്ളത്. പിന്നെ അവർ വീടൊക്കെ തപ്പിപ്പിടിച്ച് വരണ്ടേന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടാന്ന് കരുതി. ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന പിള്ളേരാണ് ധ്യാനിയും ധ്യാൻകണ്ണനും. അവരെ വിളിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നു. നമ്മൾ കുറച്ച് പേര് മാത്രമായിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു 3 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതായിരിക്കും അവൻ്റെ അടുത്ത ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവന് ഏപ്രിൽ 8 പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓർമ്മയുണ്ടാവില്ല, അവനറിയില്ല. അതുകൊണ്ട് വിഷു ആവാറാകുമ്പോഴാണ് മോൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവനത് മനസ്സിലാവുക. അപ്പോൾ കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണെന്ന്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഞാനും സായിച്ചിനും കൂടി എന്തിനാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 8-ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ഏപ്രിൽ 9-നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അവൻ ജനിച്ചത് മുതൽ നമ്മൾ അവൻ്റെ ബർത്ത്ഡേക്കാണ് കുറച്ചുകൂടി മുൻഗണന കൊടുക്കാറ്. നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും നമ്മൾ ആഘോഷിക്കാറില്ല. കാരണം 8-ന് ഓൾറെഡി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പായസമൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഇതൊന്നും ആഘോഷിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത്തവണ നമ്മൾ എന്ത് ചെയ്തു, 2 കേക്ക് വാങ്ങിച്ചു. മോൻ്റെ ബർത്ത്ഡേയുടെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ അങ്ങ് ആഘോഷിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വരുമ്പോൾ അവർക്ക് 2 പേർക്കും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം വാങ്ങിച്ചപ്പോൾ 2 പേർക്കും വാങ്ങിക്കണമല്ലോ. അപ്പോൾ മോന് അമ്മ ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വിഷു കൈനീട്ടം പോലെ അവൻ്റെ കുട്ടിമാമ അവന് കൊടുത്ത പൈസ കൊടുത്തു. അപ്പോൾ അടുത്ത ആൾക്കും മോൾക്കും കൊടുക്കണമല്ലോ. അപ്പോൾ മോൾക്ക് ഒരു ഉടുപ്പും അതുപോലെ കുട്ടിമാമൻ അവൾക്ക് കൊടുത്ത കാശും കൊടുത്തിട്ടുണ്ട്. പിന്നെ ധ്യാനിയും ധ്യാൻകണ്ണനും ഒരു വട്ടം രാവിലെ വന്നതാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും തിരിച്ചു പോയി. ഇവനെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഗിഫ്റ്റൊക്കെ ആയിട്ടാട്ടോ കണ്ണൻ വന്നേ. അതിനുശേഷം പപ്പയുടെ വക അവർക്ക് 2 പേർക്ക് ഓരോ കുഞ്ഞു വണ്ടിയൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ വയറ് നിറ ഫുഡും അതുപോലെ കേക്കും പായസമൊക്കെ കുടിച്ചു. ഈ വർഷത്തെ ഹാപ്പി ബർത്ത്ഡേയിൽ കൊച്ചുമ്മ ഭയങ്കര സന്തോഷവാനായിരുന്നു എന്തായാലും.